നമസ്കാരം. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരത്തിലായ ഒരു പദമാണ് ഗോദി മീഡിയ. ഗോദി മീഡിയ എന്ന് വെച്ചാൽ മോദിയെ സ്തുതിക്കുന്നവരുടെ മീഡിയ. മോദിയും BJPയും RSSും ഒക്കെ ഫണ്ട് ചെയ്ത് അവരെ സ്തുതിക്കുന്നതിന് വേണ്ടി, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ തിന്മകളെ പോലും സംരക്ഷിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ വാർത്തെടുത്തിരിക്കുന്നു എന്നതായിരുന്നു പ്രയോഗത്തിൻ്റെ അർത്ഥം. അങ്ങനെ മോദി വിമർശകരുടെ കണ്ണിൽ ഇന്ത്യയുടെ മുഴുവൻ മാധ്യമങ്ങളും ഗോദി മീഡിയയായി. ആരുമില്ല, സത്യം പറയുന്നവർ എല്ലാവരും മോദിയുടെ വാക്ക് കേട്ട് മുമ്പോട്ട് പോകുന്നവരാണ് എന്ന് പറയും. നമ്മുടെ ദേശാഭിമാനിയും റിപ്പോർട്ടർ ചാനലും മീഡിയ വണ്ണും ഒക്കെ മാത്രമാണ് അവശേഷിക്കുന്ന ഇന്ത്യയിലെ മോദി വിരുദ്ധ മീഡിയ. ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അങ്ങനെ ഗോദി മീഡിയയുടെ തലതൊട്ടപ്പനായി വാഴ്ത്തപ്പെടുന്ന ആളാണ് അർണാബ് ഗോസ്വാമി. റിപ്പബ്ലിക് TV നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖരൻ, ജൂപ്പിറ്റർ ക്യാപിറ്റൽ അടക്കമുള്ളവർ നിക്ഷേപിച്ചിരിക്കുന്ന വലിയ ചാനലാണ്. 2017 റിപ്പബ്ലിക് TV തുടങ്ങുന്നത്. 2017 റിപ്പബ്ലിക് TV തുടങ്ങുമ്പോൾ മോദി സ്പോൺസർ ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ചാനലാണ് എന്ന ആരോപണമുണ്ടായി. എന്തായാലും ഒരു കാര്യം സത്യമാണ്, 5-6 മാസം കഴിഞ്ഞ് ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾ കാണുന്ന ഇംഗ്ലീഷ് ചാനലായി റിപ്പബ്ലിക് TV മാറി. 50% പ്രേക്ഷകരും റിപ്പബ്ലിക് TVക്കായി. ഇന്ത്യയിൽ റിപ്പബ്ലിക് TV കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ അതുവരെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ചാനലുകൾ അടക്കം. അങ്ങനെ റിപ്പബ്ലിക് TV കഴിഞ്ഞ കുറേ കാലമായി ഈ പ്രേക്ഷകരുടെ കാര്യത്തിൽ മുമ്പിൽ നിന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കുറച്ച് തിരിച്ചടി ഉണ്ടാവുന്നുണ്ടെങ്കിലും റിപ്പബ്ലിക് TVക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത്. റിപ്പബ്ലിക് TV മോദിയെയും BJPയെയും RSSനെയും പരിപൂർണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് എല്ലാ വിഷയത്തിലും എടുത്തിരിക്കുന്നത്. എന്നിട്ടും ജനങ്ങൾ എങ്ങനെയാണ് റിപ്പബ്ലിക് TVയെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ചാനലായി നിലനിർത്തുന്നത് എന്ന ചോദ്യം പലർക്കും ഒരു അതിശയമായി മാറി. അങ്ങനെയാണ് 2020 ബാർക്ക് റേറ്റിംഗ് വിവാദമുണ്ടാവുന്നത്. കാശ് കൊടുത്ത് ബാർക്ക് റേറ്റിംഗ് വാങ്ങുന്നു എന്ന് തുടങ്ങിയ ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ മേൽ അന്വേഷണവും തിരുത്തലുമൊക്കെ സംഭവിച്ചിട്ടും റിപ്പബ്ലിക് TVക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല. റിപ്പബ്ലിക് TV മോദിയെയും BJPയെയും പിന്തുണച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയി. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി റിപ്പബ്ലിക് TV പ്രധാന അവതാരകനും ചീഫ് എഡിറ്ററുമായ അർണാബ് ഗോസ്വാമിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. തലങ്ങനെയും വിലങ്ങനെയും മോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്നു. എന്തുകൊണ്ടാണ് അർണാബ് ഗോസ്വാമി പോലും മോദിയെ വിമർശിക്കുന്നത് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു. പൗരത്വ ഭേദഗതി നിയമകാലത്ത് 2019 ആസാമിലെ ജനങ്ങളുടെ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് അർണാബ് ഗോസ്വാമി മോദി സർക്കാരിൻ്റെ നിലപാടിനെതിരെ ആദ്യം രംഗത്ത് വന്നിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നു. ബാക്കി വിഷയങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളിൽ മോദി വരുത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളിലൊക്കെ ആവേശത്തോടു കൂടിയാണ് ഗോസ്വാമി നിലപാടെടുത്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഗോസ്വാമിയുടെ നിലപാടുകളിൽ മാറ്റം വരുന്നു. പല വിഷയങ്ങളിലും മോദിയെയും കേന്ദ്ര സർക്കാരിനെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. ഇൻഡിഗോ വിമാന കമ്പനി ഉണ്ടാക്കിയ ആശങ്ക, അതിൽ മോദിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്ന ചോദ്യമായിരുന്നു അർണാബ് ഗോസ്വാമി ഉയർത്തിയത്. ഇൻഡിഗോയെ നിലയ്ക്ക് നിർത്താനും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും പോലെ താറുമാറായ എയർപോർട്ടുകളെ ശരിയാക്കാനും മോദി സർക്കാർ എന്ത് ചെയ്യുന്നു എന്നായിരുന്നു ചോദ്യം. ആ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ഗോസ്വാമിയുടെ മോദി വിരുദ്ധ പ്രസംഗം. മധ്യപ്രദേശിലെ ഒരു BJP MLA മകന്റെ കല്യാണത്തിന് വേണ്ടി 75 ലക്ഷം രൂപയുടെ വെടിക്കെട്ട് നടത്തുകയും കോടികൾ കല്യാണ ചെലവിന് വേണ്ടി മുടക്കുകയും ചെയ്തതിനെതിരെ അർണാബ് ഗോസ്വാമിയുടെ ഒരു ദിവസത്തെ ചർച്ച മാറ്റിവെക്കേണ്ടി വന്നു. അതിനിശ്ചിതമായി തന്നെ സാധാരണ മനുഷ്യൻ അകന്നുപോയി സമ്പന്നരുടെ പാർട്ടിയായി BJP എങ്ങനെ മാറുന്നു, നേപ്പാളിൽ ഭരണാധികാരികളെ തെരുവിലിട്ട് ജനങ്ങൾ കൈകാര്യം ചെയ്തത് ഓർക്കുന്നില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ അർണാബ് ഗോസ്വാമി BJPയോട് ചോദിച്ചു. ഡൽഹിയിലെ വായു മലിനീകരണത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെയും ഡൽഹി സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് ആഞ്ഞടിച്ച് അർണാബ് ഗോസ്വാമി രംഗത്ത് വന്നു. നിരവധി തവണ നിരവധി വാഗ്ദാനങ്ങൾ ലോകത്തിന് കൊടുത്തിട്ട് നിങ്ങൾ എന്തു ചെയ്തു? ഈ വായു മലിനീകരണം തടയാൻ എന്ത് ശ്രമിച്ചു എന്ന് ചോദിച്ച് കടുത്ത വിമർശനമാണ് ഒരു ലക്കത്തിൽ ഗോസ്വാമി അഴിച്ചുവിട്ടത്. അനേകം തവണ ചർച്ച ചെയ്യുകയും കടുത്ത വിമർശനം നടത്തുകയും ചെയ്തത് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളോട് കടന്നുപോകുന്ന ആരവല്ലി പർവ്വത നിരകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഡൽഹി മുതൽ ഗുജറാത്ത് വരെ പടർന്നു കിടക്കുന്ന ഏതാണ്ട് 650 കിലോമീറ്റർ നീളമുള്ള ആരവല്ലി മലനിരകളെ അതിസമ്പന്നരായ ഖനന മാഫിയയ്ക്ക് തീറെഴുതാൻ കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നാണ് ആരോപണം. ഈ മലനിരകളെ സംരക്ഷിക്കാൻ സുപ്രീം കോടതി ഇതുവരെ എടുത്ത നിലപാടിൽ സുപ്രീം കോടതി മായം ചേർത്തതുപോലും ദുരൂഹമാണെന്ന് ഗോസ്വാമി ആരോപിക്കുന്നു. ഇക്കഴിഞ്ഞ മാസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിധിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇഷ്ടമനുസരിച്ച് ആരവല്ലി മലനിരകളെ 100 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളവ മാത്രം കണക്കാക്കിയാൽ മതി എന്ന് സുപ്രീം കോടതി നൽകിയ തിട്ടൂരമാണ് വാസ്തവത്തിൽ ഇന്ന് ദുരുപയോഗത്തിന് കാരണമാകുന്നത്. ഡൽഹിയും ഹരിയാനയും രാജസ്ഥാനും ഗുജറാത്തും ജാർഖണ്ഡും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയൻ മലനിരകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ആരവല്ലി മലനിരകൾ വാസ്തവത്തിൽ വടക്കേ ഇന്ത്യയുടെ പ്രകൃതി സംരക്ഷണത്തിൽ നിർണായകമായ ഘടകമാണ്. ആരവല്ലി മലനിരകളിൽ വലിയ തോതിൽ ഖനനമുണ്ടായപ്പോഴാണ്
പരിസ്ഥിതി പ്രവർത്തകർ സമരം നടത്തിയതും സുപ്രീം കോടതി ഇടപെട്ട് തടസ്സം സൃഷ്ടിച്ചതും. എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നു ആരവല്ലി മലനിരകളെ പർവ്വതമായി വിശദീകരിക്കണമെങ്കിൽ 100 മീറ്ററെങ്കിലും പൊക്കം വേണമെന്ന്. ഈ 100 മീറ്ററിൽ കൂടുതൽ പൊക്കമുള്ളത് മതി എന്ന നിയമം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നിലവിൽ വന്നാൽ ആരവല്ലി മലനിരകളിൽ 90% നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാവും. ഇപ്പോൾ തന്നെ വടക്കേ ഇന്ത്യൻ നഗരങ്ങൾ, പ്രത്യേകിച്ച് ഡൽഹിയൊക്കെ മലിനീകരണത്തിന് ഇരകളാണ്. അവശേഷിക്കുന്ന ഏക പച്ചപ്പാണ് ആരവല്ലി മലനിരകൾ. ആ മലനിരകൾ ഇടിച്ചു തകർത്താൽ സ്വാഭാവികമായും വടക്കേ ഇന്ത്യയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന സാഹചര്യം രൂപപ്പെടും. ഇതിനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നത് അർണബ് ഗോസ്വാമിയാണ് എന്നത് പലരെയും ഞെട്ടിക്കുന്നു. ഇന്ത്യയെ വികസിത രാജ്യമാക്കാനാണ് മോദി ആഗ്രഹിക്കുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ദുരന്ത രാജ്യമായി മാറുകയാവും എന്നായിരുന്നു ഗോസ്വാമിയുടെ മുന്നറിയിപ്പ്. മോദി സർക്കാർ വലിയ സമ്പന്നർക്ക് വേണ്ടി ആരവല്ലി മലനിരകളെ ഇല്ലാതാക്കുമ്പോൾ രാജ്യം തന്നെ ഇല്ലാതാകുമെന്നും ഇത്തരം വൃത്തികേടുകൾ ഒരു തരത്തിലും അനുവദിക്കരുതേ എന്നും പലതവണ ഗോസ്വാമി മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്നു, ഗോസ്വാമിക്ക് എന്ത് പറ്റി? ഇന്നലെ വരെ ഗോദി മീഡിയയുടെ തലവനായിരുന്ന ഗോസ്വാമി എങ്ങനെയാണ് മോദി വിമർശകനായി മാറിയത്? ഗോസ്വാമിക്ക് പോലും സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ മോദി ഭരണം മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് മോദി വിമർശകർ പറയുന്നത്. മോദി സ്തുതികളാൽ മുമ്പോട്ട് പോയ ഗോസ്വാമിക്ക് പോലും സഹിക്കാൻ കഴിയാത്ത വിധം കേന്ദ്ര സർക്കാർ പരാജയമാണ് എന്നവർ പറയുന്നു. അതല്ല, ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ചില ബിസിനസ് ഡീലുകളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ പിന്നോട്ട് പോയതുകൊണ്ട് പക വീട്ടുന്നതാണ് എന്ന് പറയുന്നവരുണ്ട്. അതല്ല, ഇനിയെങ്കിലും നട്ടലുള്ള മാധ്യമ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ താൻ ചരിത്രത്തിൽ ഒറ്റുകാരനെ രേഖപ്പെടുത്തപ്പെടും എന്നതുകൊണ്ട് ഭയന്ന് സ്വയം തിരുത്തുന്നതാണ് എന്ന് പറയുന്നവരുമുണ്ട്. വാസ്തവം എന്താണെങ്കിലും മോദിക്കും BJP സർക്കാരിനും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള, ഇതുവരെ മോദി സ്തുതികളാൽ നിറഞ്ഞു നിന്ന റിപ്പബ്ലിക് TV. മൂന്നാം തുടർ ഭരണത്തിലെത്തിയ BJPക്കെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും ആ ഭരണവിരുദ്ധ വികാരത്തിൽ പങ്കുചേർന്നില്ലെങ്കിൽ തങ്ങൾക്ക് തിരിച്ചടിയുണ്ടാവും എന്ന് കരുതി തന്ത്രപൂർവമായ ചുവടുമാറ്റമാണ് എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും BJP വൃത്തങ്ങൾ അടക്കമുള്ളവ ഞെട്ടിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള മാധ്യമപ്രവർത്തകൻ, എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമി BJPക്കെതിരെ, മോദിക്കെതിരെ നിലപാടെടുക്കുമ്പോൾ പലർക്കും അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല.